ഹലോ! അമ്മാമ്മ ഈ കുഞ്ഞൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെമ്മീൻ ബിരിയാണിയാണ്. അപ്പൊ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അത് നോക്കാം. 1½ ഗ്ലാസ് കൈമ റൈസാണ് ട്ടോ ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചെമ്മീൻ ഒരു 350 ഗ്രാം ഉണ്ട്. അത് ഞാൻ ക്ലീൻ ചെയ്തെല്ലാം വെച്ചേക്കണേണ്. തക്കാളി 3 ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 4 സവാള കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു സവാള ഞാൻ വേറെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി. മല്ലിയിലയുണ്ട്, പുതിനയുണ്ട്, വെളുത്തുള്ളി, ചുമന്നുള്ളി, പച്ചമുളക്, 2 ചെറിയ കഷ്ണം ഇഞ്ചി, പകുതി ചെറുനാരങ്ങ, കുറച്ച് തൈര്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, നെയ്യ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഇതിന്റെ തലയാണ്. ആ തല ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ തല നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ചെമ്മീൻ ഒന്ന് പുരട്ടിയെടുക്കാം കേട്ടോ. മസാലപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്, കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്, അല്പം മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട്, കുരുമുളക് പൊടി, ഇപ്പം തൈരും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് പുരട്ടി വെക്കാം കേട്ടോ. ഇത് ഞാൻ നന്നായിട്ട് നല്ലോണം തിരുമ്മി എടുക്കണം. നമുക്ക് ഈ ഒരു സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആ ചട്ടിയിലേക്ക് ഞാൻ ഈ സവാള കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. കുറേശ്ശെ ഇട്ട് ഫ്രൈ ചെയ്യാം കേട്ടോ. ചെമ്മീൻ ഞാൻ അധികം ഫ്രൈ ആക്കണ്ട കേട്ടോ. ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ആക്കിയാൽ മതി. ചെമ്മീൻ്റെ ആ ടേസ്റ്റ് പോകും. നമുക്ക് ഈ എണ്ണയിൽ തന്നെ നമുക്ക് ഈ സവാളയും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. സവാള നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് ചതച്ച് വെച്ചേക്കണ ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി, പച്ചമുളക് ഇത് ചേർക്കാം കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിലിട്ട് നമുക്കൊന്നുകൂടി വഴറ്റിയെടുക്കാം. ഈ ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളിയൊക്കെ അരച്ച അത് ഇതിനകത്ത് ഇട്ടിട്ട് മൂത്തിട്ട് നല്ലോണം മൂത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഈ അരിഞ്ഞ് വെച്ചേക്കണം തക്കാളി കൂടി ചേർക്കാം കേട്ടോ. ഇത് കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റാം. കുറച്ച് ഉപ്പ് ചേർക്കാം, ഒരു മഞ്ഞൾപ്പൊടി ചേർക്കാം. തക്കാളി ഒന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് കുറച്ച് മല്ലിയില ഇടാം, കുറച്ച് പുതിന ഇടാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കൂടി നമ്മൾ തല വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അത് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അതെ, ഇത്ര വെള്ളം ഉണ്ട് കേട്ടോ. എന്നിട്ട് ചെമ്മീത്തിൻ്റെ തലയുടെ നല്ല ഗുണമുള്ളതാണ്. അപ്പം ഞാൻ അതിനകത്ത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണേ. അപ്പം ഇതിൻ്റെ അകത്ത് കിടന്നിട്ട് തക്കാളിയൊക്കെ ഒന്ന് വേകട്ടെ കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ആ പകുതി എടുത്ത് വെച്ചാൽ ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കണ ചെമ്മീൻ കൂടി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കാം കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് കൂടി ഞാൻ ഇത്തിരി ഗരം മസാല ഇടുന്നുണ്ട് കേട്ടോ. നമുക്ക് അല്പം എണ്ണ ഒരു പാത്രത്തിൽ എടുത്തിട്ട് ഒഴിക്കാം കേട്ടോ. ഞാൻ ഒന്ന് ദം ചെയ്യാൻ വേണ്ടി കുറച്ച് ചോറ് ഇതിനകത്ത് ഇടുന്നുണ്ട് കേട്ടോ. നമുക്കിനി ചെമ്മീൻ ഇതിൻ്റെ മുകളിലിടാം. ചെമ്മീൻ ഞാൻ കുറച്ച് ചെമ്മീൻ ഞാൻ ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് മല്ലിയില തൂകാം, കുറച്ച് പുതിനയും തൂകാം. ബാക്കിയുള്ള ചോറ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇടാം. ഈ ചോറിന്റെ മുകളിൽ നമുക്ക് കുറച്ച് നെയ്യ് ഇടാം കേട്ടോ. ഒരു ഗരം മസാലപ്പൊടി, ബാക്കിയുള്ള ചെമ്മീനും കൂടി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഇടാം. ബാക്കി ഒരു ഇത്തിരി ചോറും കൂടി ഉണ്ട് അതിന്റെ മുകളിലേക്ക് നമുക്ക് അതും കൂടി ഇടാം കേട്ടോ. നമുക്ക് ഇതിന്റെ മുകളിലേക്ക് നമുക്ക് ബാക്കിയുള്ള പുതിന മല്ലിയിലയും കൂടി ചേർക്കാം. നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ.